സിനിമ കണ്ട ആൾക്കാർ മാത്രം ഈ വീഡിയോ കാണണം. ഇല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ ഞാൻ പറയാം. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇന്ന് നവംബർ 14 കങ്കുവയുടെ റിലീസ് ഗൈസ്. കഴിഞ്ഞ ദിവസം നമ്മള് കങ്കുവയുടെ പ്രൊമോഷന് പോയായിരുന്നു. ആ സംഭവം ഞാൻ ഐവട്ടിൽ വിട്ടേ, നിങ്ങൾ അത് കയറിക്കാണ്. വീട്ടിലെ സംഭവം നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും, വീട്ടിലെ പടമായിരിക്കും, പോയി കണ്ടിട്ടില്ല. അതിനകത്തൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഗൈസ്. പിന്നെ വർഷം പുതിയതായിട്ടൊന്ന് പണിഞ്ഞിട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല, ഞങ്ങളായി. അതുകൊണ്ട് അവിടെയും കൂടെ ഒന്ന് പോയി ഒന്ന് നോക്കിയിട്ടില്ല ഗൈസ്. അതാണ് പരിപാടി. ഏതായാലും പടത്തിന്റെ റിവ്യൂ ഞങ്ങൾ എല്ലാവരും പറയാം, പിന്നെ കാണാൻ കഴിയും. പോയിട്ട് വണ്ടി ഞങ്ങൾ ഇവിടെ വെച്ച് കൈസ്. വേറെ സ്ഥലം കൈസ്. പടം പറഞ്ഞാൽ 11 മണിയായി. എത്ര പെട്ടെന്ന് പോയി കയറി. സൂര്യയുടെ പോസ്റ്റേഴ്സ് ഒക്കെ എന്ത് പറയണ്ടല്ലോ ഗൈസ്. ഗൈസ്, വർഷം അടിപൊളിയാക്കിയിട്ട് നമ്മൾ ഇനി ഇതുവരെ വന്നില്ലല്ലോ. ഇപ്പഴാ ഫസ്റ്റ് ടൈം. എങ്ങനെ ഉണ്ടായിരിക്കും ഇവിടെ തുടങ്ങി കാണും. ഇതാണ് പുതിയ സീറ്റ് സാധനം. എനിക്ക് ഇഷ്ടപ്പെടാത്ത എന്തുവാ അതെന്താ വീഡിയോ എടുത്താ ഗൈസ്, സൗണ്ട് മാറി. ഇപ്പഴാ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത്. എല്ലാം കിട്ടിയിട്ടുണ്ട്. പടം കൊള്ളാം. സീറ്റ് കണ്ടാ പുതിയ സീറ്റ്. ഞങ്ങൾ പോട്ടെ. ഹലോ ഗൈസ്, ഞങ്ങൾ അങ്ങനെ പടം കണ്ടിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് എല്ലാവരും അവിടെ വന്ന് കയറിയിരുന്നു. ഇനി പടത്തിന്റെ റിവ്യൂ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ടോ? ഇഷ്ടപ്പെട്ടു, അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല ഗൈസ്, എനിക്ക് അവസാനം ഇഷ്ടപ്പെട്ടു. തിയേറ്ററിൽ കാണാൻ കൊള്ളാം. എക്സ്പീരിയൻസ് ഓക്കെ. പിന്നെ വിഷ്വൽസ് അടിപൊളി. സിനിമ കണ്ട ആൾക്കാർ മാത്രം ഈ വീഡിയോ കാണണം. ഇല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ ഞാൻ പറയാം. ക്യാമറ ആംഗിൾ വെച്ചെടുക്കുന്നത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെടാത്ത 2 കാര്യങ്ങൾ സിനിമയിൽ. എനിക്ക് ഇഷ്ടപ്പെടാത്ത 2 കാര്യങ്ങൾ. ഒന്ന്, വണ്ടി ജമ്പ് ചെയ്ത് ഫ്ലൈറ്റിന്റെ അകത്ത് കയറുന്നത്, പിന്നെ ആ തൂങ്ങി കിടക്കുന്നത്. അത് 2ഉം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവിടെ ഞാൻ പറഞ്ഞില്ലേ, ആ മറ്റേ ഇത് റൺവേയിൽ ആ ബോക്സ് കൊണ്ട് വെച്ച് കയറും പറയുന്നത്, അത് പറ്റത്തില്ല. പിന്നെ ജമ്പ് ചെയ്തതിന് ശേഷം ആ സാധനം നേരെ അവന്റെ താഴെ കാണിക്കുന്നത് ബാക്ക് കുറച്ച്. പിന്നെ ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ആ സാധനം ഈ കറക്റ്റ് ഡയറക്റ്റ് കയറുന്ന ഏണി കണക്ക ഇരിക്കുന്നതെന്ന് തോന്നുന്നു. 5 പടിയുള്ള അതിനകത്തൂടെ വണ്ടിയുടെ ടയർ അങ്ങനെ കയറി പോകുന്നത് കുറച്ച് ഷോക്കായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ആ തൂങ്ങിക്കിടക്കുന്നത് ഭയങ്കര ശോകമായി പോയി. ആ ഭാഗം അത്രയും ശോകം. ബാക്കിയുള്ള അടിപൊളി. പിന്നെ എനിക്ക് ആ പടത്തിൽ ഫുള്ളായിട്ടുള്ള ക്യാരക്ടറിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് കങ്കായ. ഈ അത് മാത്രം ഇഷ്ടപ്പെട്ടില്ല. മറ്റേതിന്റെ പേരും ബാക്കിയുള്ള സംഭവങ്ങളെ കൊള്ളാം. പക്ഷെ ഏറ്റവും കൂടുതൽ രസം കങ്കയാണ്. അയ്യോ, ഏതായാലും കൊള്ളാം പടം. അടുത്ത പാർട്ടിയായിട്ട് വെയിറ്റ് ചെയ്യാം. എനിക്കത് ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചില്ല കാർത്തി ഉണ്ടെന്ന്. പോയിലൊക്കെ വിചാരിച്ച് വല്ല എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു നേരത്തെ. പക്ഷെ എനിക്കത് മനസ്സിലായില്ല. കാര്യം എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഞാനതല്ലാന്നും പറഞ്ഞായിരുന്നു. കാർത്തി അല്ലാന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കാർത്തി തന്നെയായിരുന്നു. ഏതായാലും സെക്കൻഡ് കാണാൻ പോകാം. ആദ്യം എന്തെങ്കിലുമൊക്കെ അനൗൺസ്മെന്റ് ആയിരുന്നു ആദ്യം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കണ്ട ആൾക്കാർ മാത്രം ഇത് കണ്ടെന്ന് വിശ്വസിക്കുന്നു. 2-3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നാല് അതുകൊണ്ടാണ്. സോ ഗൈസ്, ഈ സാധനത്തെ തുടങ്ങില്ല. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. പടം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, കൊള്ളാം. 1-2 കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ കിട്ടും പടം. പിന്നെ സൂര്യയുടെ ട്രിവാൻഡ്രത്ത് വന്നപ്പോഴത്തേക്ക് പറഞ്ഞിട്ടുള്ള ബാക്കി 6 പാക്ക് എല്ലാം സെറ്റായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇത് കാണുന്നത് സത്യം. അതിൽ കുറെ കാലത്തിന് ശേഷം നമ്മള് തിയേറ്ററിൽ പോയി പടം കാണുന്നത്. ലാസ്റ്റ് കണ്ട പടം അത് കഴിഞ്ഞ മാസം ലീവ് അല്ലേ ഉണ്ട്. വീഡിയോ ഒന്നല്ല, കളിക്കുന്നുണ്ട്. എന്റെ സൂര്യയുടെ 2ാമത് സിനിമയുടെ തിയേറ്ററില്. സൂര്യ സൂര്യനെ കണ്ടിട്ടാണ് പോയി കണ്ടത്.
ആദ്യം ഞാൻ ഈറ്റി കണ്ട്, അത് കഴിഞ്ഞിട്ട് ഇതും കണ്ട്. വിജയുടെ ലിയോ മാത്രമേ കണ്ടിട്ടുള്ളൂ തിയേറ്ററിൽ. ഞാൻ ലിയോ കണ്ടിട്ടുണ്ട്, ബിഗിലി ഉണ്ട്, ഞാൻ സർക്കാർ വയലും കൂടെ ആ മാസ്റ്റർ ഉണ്ട്. മാസ് ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടേ. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാവരുടെയും കഥയൊക്കെ വരും. സോ ടാറ്റ, ബൈ ബൈ. ബൈ ബൈ കൊടു. ബൈ ബൈ. സ്പോയിലർ ചെയ്യാത്തോണ്ട് എല്ലാം പോവാണ്. ബൈ ബൈ.